15ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് കഥകളി അതിൻ്റെ ഏറ്റവും പ്രൗഢമായ അവസ്ഥയിൽ നിന്നിരുന്നത്. അന്ന് കൊട്ടാരത്തിൽ മാത്രം അവതരിപ്പിച്ചിരുന്ന ഒരു കലാരൂപമായിരുന്നു കഥകളി. അതുകൊണ്ട് തന്നെ കലകളുടെ രാജാവ് എന്നും രാജാക്കന്മാരുടെ കല എന്നും കഥകളി അറിയപ്പെട്ടിരുന്നു. കൊട്ടാരക്കര തമ്പുരാൻ രൂപം കൊടുത്ത രാമനാട്ടമാണ് കഥകളിയുടെ മുൻഗാമി. കഥകളി ഇന്ന് കാണുന്ന രൂപത്തിലാക്കിയത് കോട്ടയത്ത് തമ്പുരാനാണ്. അതുകൊണ്ട് തന്നെ കഥകളിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും കോട്ടയം തമ്പുരാൻ തന്നെ. ആദ്യകാലങ്ങളിൽ കൊട്ടാരങ്ങളിലെ കലകളുടെ രാജാവ് തന്നെയായിരുന്നു കഥകളി. എന്നാൽ പിന്നീട് 19ാം നൂറ്റാണ്ടായപ്പോൾ കഥയാകെ മാറി. കഥകളി കാണാൻ കൊട്ടാരത്തിൽ ആളില്ലാത്ത അവസ്ഥ, സംസ്കൃതം വശമില്ലാത്ത സാധാരണക്കാർക്കാവട്ടെ ഇത് മനസ്സിലാക്കാനും കഴിയാത്ത അവസ്ഥ, ഇതെല്ലാം കഥകളിയെ അതിൻ്റെ വിസ്മൃതിയിലേക്ക് തള്ളിവിട്ടു. എന്നാൽ 1920 കഥകളിയുടെ വീണ്ടെടുപ്പിനായി കുറച്ചുപേർ നാടിൻ്റെ പല ഭാഗങ്ങളിലായി കഥകളി കളരികൾ സ്ഥാപിക്കുന്നു. ഇത്തരത്തിൽ 1927 കുന്നംകുളത്ത് മണക്കുളം മുകുന്ദരാജയും വള്ളത്തോൾ നാരായണമേനോനും ചേർന്ന് ഒരു കഥകളി കളരിക്ക് രൂപം കൊടുക്കുന്നു. എന്നാൽ അവിടം തൊട്ട് കഥയാകെ മാറുകയാണ്. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ വിദ്യാർത്ഥികൾ കഥകളി അഭ്യസിക്കാൻ എത്തുന്നു. കഥകളി അഭ്യസിപ്പിക്കാൻ സ്ഥലം തികയാത്ത അവസ്ഥ. അങ്ങനെ 1930 ചെറുതുരുത്തിയിൽ അവർ പുതിയൊരു സ്ഥലം കണ്ടെത്തുന്നു. അവിടെ അവർ ഒരു സ്ഥാപനം സ്ഥാപിക്കുന്നു. അവിടെ കഥകളിയോടൊപ്പം അന്ന് പ്രചാരത്തിലിരുന്ന കൂടിയാട്ടം പോലുള്ള മറ്റ് കലാരൂപങ്ങൾ കൂടെ അവിടെ അഭ്യസിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അതെ, അതാണ് നമ്മളിന്ന് കാണുന്ന കേരള കലാമണ്ഡലം. ആ രണ്ട് ധീരരായ കലാസ്നേഹികളുടെ അന്നത്തെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പല കലകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 1955 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ വരവോടുകൂടി കലാമണ്ഡലത്തിൻ്റെ വളർച്ച ദ്രുതഗതിയിലായി. 2006 കേരള കലാമണ്ഡലത്തിന് ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി കൂടെ ലഭിച്ചു. അടുത്ത പ്രാവശ്യം നിങ്ങൾ കേരള കലാമണ്ഡലം സന്ദർശിക്കുന്ന സമയത്ത് ഈ ഒരു ചരിത്രം നിങ്ങളുടെ മനസ്സിൽ വരണം. അതുപോലെ തന്നെ ഈ രണ്ട് ധീരരായ കലാസ്നേഹികളുടെ ഓർമ്മകളും. ചരിത്രം നിങ്ങൾ വായിക്കണം, അത് തിരുത്തപ്പെടുന്നതിന് മുമ്പ്. ചരിത്ര സ്ഥലങ്ങൾ നിങ്ങൾ സന്ദർശിക്കണം, അത് പൊളിച്ചു മാറ്റപ്പെടുന്നതിന് മുമ്പ്. എല്ലാവർക്കും ശുഭദിനം.